ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ചപ്പാത്തി നൂഡിൽസ് നോക്കിയാലോ. ഈ തലേ ദിവസമൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന ചപ്പാത്തിയൊക്കെ ഇല്ലേ, അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അതിന് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വേണം. നമ്മുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം എടുക്കാം. എരിവ് ഞാൻ ഇവിടെ മോക്ക് വേണ്ടിയിട്ട് എരിവ് പറ്റാത്തതുകൊണ്ടാണ് എരിവില്ലാത്ത രീതിയിൽ മുളകൊന്നും എടുക്കാത്തത്. അപ്പോൾ ഞാൻ സവാള, ക്യാരറ്റ്, കോളിഫ്ലവർ, തക്കാളിയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് മുളകൊക്കെ എടുക്കാം, ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം. പിന്നെ ഞാൻ തലേ ദിവസത്തെ ചപ്പാത്തി ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് മാവെടുത്ത് കുഴച്ച് 2 ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നമുക്ക് ഒരു ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് കടുവൊക്കെ വറുത്തതിന് ശേഷം അതിനകത്ത് നമുക്ക് സവാള ഇട്ട് ആവശ്യത്തിന് ഉപ്പുമൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ബാക്കി എല്ലാ വെജിറ്റബിൾസും ഒന്നിച്ച് തന്നെ അതിലങ്ങിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് മസാലയും കൂടെ ഇടണം. ചിക്കനൊക്കെ വേണ്ടി വറുത്ത് പൊടിക്കുന്ന മസാല. ഇപ്പോൾ എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കടുക് വറുക്കുമ്പോൾ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചപ്പാത്തി ഉണ്ടല്ലോ, ആ ചപ്പാത്തി ഇതിൽ കാണുന്നത് പോലെ ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു നൂഡിൽസിൻ്റെയൊക്കെ പോലത്തെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അത്ര ലുക്കൊന്നും കാണില്ല, എന്നാലും ആ ഒരു രീതിക്ക് വരാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതാ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഈ ചപ്പാത്തി എടുത്ത് അതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ചപ്പാത്തിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മുട്ടയിൽ മിക്സ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും തന്നെ നമ്മളുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായി കാണും. ഇനി നമ്മൾ നേരെ ഈ സാധനം ആ വെജിറ്റബിൾസിലോട്ട് തട്ടി നന്നായിട്ടൊന്ന് ഇളക്കി ചിക്കി ഇങ്ങനെ കിണ്ടി നമ്മൾ മുട്ടയൊക്കെ തോരൻ പോലെ ആക്കൂലേ, അതേപോലെ ഒന്ന് നല്ല അടിപൊളിയായിട്ട് എടുക്കണം. അപ്പോഴേക്കും നമ്മൾ ഡിഷ് റെഡിയാവും. പിന്നെ ഒരു പ്രത്യേക കാര്യം, കുറച്ച് ടൊമാറ്റോ സോസും കൂടെ അതിൽ ഒഴിച്ചു കൊടുക്കാൻ മറക്കണ്ട. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതുകൊണ്ടാണ്. അപ്പോഴേ ആ ചപ്പാത്തിയുടെ മണമൊക്കെ മാറി നല്ല ടേസ്റ്റ് വരുള്ളൂ. എന്നാൽ പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ.